ഹായ് എവരിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം RRP ആണ്. എല്ലാവർക്കും എഡ്യൂക്കേറ്റർ ലേണിംഗിന്റെ അടുത്തൊരു വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെല്ലാം സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ അല്ല, ഒരു ചെറിയ ടോപ്പിക്കാണ്. നിങ്ങളുടെ +1 ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു കോൺസെപ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവരും കുറച്ച് ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഭയങ്കര ഡിഫിക്കൽട്ടൊന്നും അല്ല ഈ ടോപ്പിക് ആക്ച്വലി. പക്ഷെ കുട്ടികൾ തെറ്റിദ്ധരിക്കാറുണ്ട്, ഈ ടോപ്പിക് കുറച്ച് ഡിഫിക്കൽട്ടാണ്, പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്നവർക്ക് ഇതെങ്ങനെ ഒന്ന് എളുപ്പത്തിലാക്കാം, കോൺസെപ്റ്റ് എങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കൂട്ടാം. കണക്റ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞ് നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ കണക്റ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവരും ആസ് യൂഷ്വൽ ഒരു ബുക്കും പെന്നും ഒക്കെ എടുത്തിരിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ ഇതിന്റെ നോട്ടൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓരോ ടോപ്പിക് വൈസ് ഇങ്ങനെ റാൻഡം ടോപ്പിക്കുകൾ ഇട്ടുകൊണ്ടിരിക്കും. നമുക്ക് ഈ വരാൻ പോകുന്ന JEE അല്ലെങ്കിൽ നീറ്റ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് ആണ് ഞാൻ ഈ പിക്ക് ചെയ്യുന്നതെന്ന് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന കാര്യമാണ്. ഞാനിത് വീണ്ടും വീണ്ടും ഇത് എടുത്ത് പറയുന്നത്, നമുക്കറിയില്ല ഓരോ സ്റ്റുഡന്റും ഏത് വീഡിയോയിലാണ് അവൻ ഈ സീരീസ് കണ്ടു തുടങ്ങുന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പം ആ സീരീസ് കാണാൻ തുടങ്ങുന്ന വിദ്യാർത്ഥി അവിടം തൊട്ട് പിന്നെ ഈ സീരീസ് ഫോളോ ചെയ്യണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, നമ്മുടെ കോൺസെപ്റ്റിലേക്ക് പോകാം. അപ്പൊ നമുക്ക് കോൺസെപ്റ്റിലേക്ക് കടക്കാം. മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ കോമൺ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. Second one, draw the free body diagram. And the third one, apply F is equal to ma. അതായത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം ഞാൻ എഴുതി വെച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് കോമൺ ആക്സിലറേഷൻ. എന്താ ഈ കോമൺ ആക്സിലറേഷൻ? അങ്ങനെയൊക്കെ ചിന്തിക്കാം. കണക്റ്റഡ് സിസ്റ്റം പൂർണ്ണ ബോധ്യത്തോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളൊരൊറ്റ ആളെ ചിന്തിച്ചാൽ മതി. ട്രെയിൻ. നിങ്ങളുടെ ട്രെയിൻ ജേർണി ആലോചിച്ചാൽ മതി. നമ്മൾ ട്രെയിനിൽ കയറാത്തവരാരും കാണത്തില്ല എന്തായാലും. ഇനി ട്രെയിനിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ട്രെയിൻ ടിക്കറ്റ് എടുത്തു തരാം. വീട്ടുകാരോട് പറഞ്ഞിട്ട് വേണം കമന്റ് ചെയ്യാൻ. ട്രെയിനിൽ ഒന്ന് കയറി ട്രാവൽ ചെയ്തോളൂ. അങ്ങനെങ്കിൽ ഈ കോൺസെപ്റ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളൊരു ട്രെയിൻ എന്ന് അസ്യൂം ചെയ്ത് നോക്കിക്കേ. ഒരു ട്രെയിൻ ഒരു സ്ട്രെയിറ്റ് ട്രാക്കിൽ കൂടെ ഒരു ആക്സിലറേഷനിൽ പൊക്കോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യണേ. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യണേ. അപ്പൊ ഒരു ആക്സിലറേഷനിൽ പൊക്കോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ട്രെയിനിലെ ലോക്കോ പൈലറ്റിന്റെ ആക്സിലറേഷൻ എന്താ? ആണ്. ബാക്കിലത്തെ ബോഗിയിൽ ഇരിക്കുന്ന ഗാർഡിന്റെ ആക്സിലറേഷൻ എന്താ? ആണ്. ആ ട്രെയിനിലെ ഏത് കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന പാസഞ്ചറിനെ നോക്കിക്കോളൂ, അയാളുടെ ആക്സിലറേഷൻ ആണ്. അതാണ് കോമൺ ആക്സിലറേഷൻ. ക്ലിയർ? അപ്പൊ ആ ട്രെയിനിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിൽ ഏത് ബോഗിയിൽ വേണേലും ഇത് കൊണ്ട് അപ്ലൈ ചെയ്യാം. ട്രെയിനകത്ത് ഞാൻ ഇരിപ്പുണ്ട്, എന്റെ ആക്സിലറേഷൻ ആണ്. ട്രെയിനകത്ത് നിങ്ങൾ ഇരിപ്പുണ്ട്, നിങ്ങളുടെ ആക്സിലറേഷനും ആണ്. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഫോഴ്സ് കാണണോ? ഏത് ആക്സിലറേഷൻ എടുക്കണം? ട്രെയിനിന്റെ ആക്സിലറേഷൻ എടുത്താൽ മതി. നിങ്ങളുടെ ഇതിനെ സെപ്പറേറ്റ് കാണാൻ നിൽക്കേണ്ട. ബിക്കോസ് ഇറ്റ് ഈസ് കോമൺ ആക്സിലറേഷൻ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. അപ്പൊ ഒരു സിസ്റ്റം ആക്സിലറേറ്റ് ചെയ്താൽ, കണക്റ്റഡ് സിസ്റ്റം ആക്സിലറേറ്റ് ചെയ്യുന്നു എന്ന് തന്നെ ക്വസ്റ്റിനകത്ത് പറയും. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് പറയും. നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ഇഫ് ദർ ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്, സിസ്റ്റം എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്തിരിക്കും. ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അവൻ ആക്സിലറേറ്റ് ചെയ്യും. അപ്പൊ ആദ്യം ആ കോമൺ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ഒന്നാമത്തെ പോയിന്റ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു, ഇനി മറക്കരുത്. കണക്റ്റഡ് സിസ്റ്റത്തിന്റെ പ്രോബ്ലം നിങ്ങളുടെ കയ്യിൽ വന്നു. കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്ലോക്സ് ഇൻ കോണ്ടാക്ട് ആവാം, ബ്ലോക്സ് കണക്റ്റഡ് ബൈ എ സ്ട്രിങ് ആവാം, പുള്ളി സിസ്റ്റം ആകാം. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒക്കെ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് കോമൺ ആക്സിലറേഷൻ ആയിരിക്കണം. രണ്ടാമത് നമ്മൾ എന്തെടുക്കണം? ഡ്രോ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രാം എന്താണ് ഈ കൂട്ടത്തിലിരിക്കുന്നത്? പലർക്കും മേ ബി അറിയണമെന്നില്ല, മേ ബി അറിയായിരിക്കും. അപ്പൊ അതെങ്ങനെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം എന്നൊക്കെ ഞാൻ ഈ കോൺസെപ്റ്റ് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോകും. ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെ വരയ്ക്കും, അത് കഴിഞ്ഞ് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചതിന് ശേഷം F is equal to ma അങ്ങ് അപ്ലൈ ചെയ്തേക്ക്. എത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. നമുക്ക് നോക്കാം. നമുക്ക് ഓരോ കോൺസെപ്റ്റിലേക്ക് പോകാം. 2 blocks in contact. 2 ബ്ലോക്ക് സിസ്റ്റം ആണ്, അത് കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് എന്താ? നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്? കോമൺ ആക്സിലറേഷൻ. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഞാനൊരു എക്സ്റ്റേണലി ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കുക. ഞാനാണ് ഈ ഫോഴ്സ് കൊടുക്കുന്നത്. എക്സ്റ്റേണലി ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണെന്ന് അസ്യൂം ചെയ്യും. മക്കളെ, ഒരു കാര്യം ഓർത്ത് വെച്ചോണം, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാനാണ് എക്സ്റ്റേണലി ഫോഴ്സ് കൊടുക്കുന്നത്, ഞാനല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും എന്റെ മാസ് ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷനായിട്ട് എന്തെങ്കിലും ബാധകമുണ്ടോ? ഇല്ല, ഒരു ബാധകവും ഇല്ല. M മാസുള്ള ഞാൻ, അല്ലെങ്കിൽ എനിക്ക് എത്രയോ മാസ് ഉണ്ട്, നിങ്ങൾക്ക് എത്രയോ മാസം ഉണ്ട്. അല്ലെങ്കിൽ ഒരു ആനക്കുട്ടി വന്നിരുന്ന് ഫോഴ്സ് കൊടുക്കുക. ആനക്കുട്ടിയുടെ മാസ് ഡിഫറൻറ്റാ, നമ്മുടെ ഓരോ ആൾക്കാരുടെ മാസ് ഡിഫറൻറ്റാ.
പക്ഷെ നമ്മൾ ആ മാസിനെ പറ്റി ചിന്തിക്കണോ? അപ്ലൈ ചെയ്യുന്ന ആളുടെ മാസിനെ പറ്റി ചിന്തിക്കണോ? വേണ്ട. അപ്ലൈ ചെയ്യുന്ന ആൾ എത്ര ഫോഴ്സ് കൊടുക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഇരുന്ന് പുഷ് ചെയ്താലും ഞാനിരുന്ന് പുഷ് ചെയ്താലും ആനക്കുട്ടി വന്നിരുന്ന് പുഷ് ചെയ്താലും കൊടുക്കുന്ന ഫോഴ്സ് 100 ന്യൂട്ടൺ ആണെന്ന് ഇമാജിൻ ചെയ്യും. നമ്മുടെ മാസമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, ഫോഴ്സുമായിട്ട് ബന്ധമുള്ളൂ. ക്ലിയർ? അപ്പൊ ആ എക്സ്റ്റേണൽ ഏജന്റിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. ക്ലിയർ? അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ആണ്. അപ്പൊ ഈ എഫ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ രണ്ട് സിസ്റ്റവും കൂടെ ഒന്നിച്ച് കമ്പൈൻഡ് ആയിട്ട് ട്രെയിൻ പോകുന്ന പോലെ ആക്സിലറേറ്റ് ചെയ്യും. അപ്പൊ ഇവർക്ക് റൈറ്റിലോട്ട് കിട്ടുന്ന കോമൺ ആക്സിലറേഷൻ ഞാൻ എ എന്ന് വിളിച്ചു. അവർക്ക് റൈറ്റിലോട്ട് കിട്ടുന്ന കോമൺ ആക്സിലറേഷൻ ഞാൻ എന്ന് വിളിച്ചു. ക്ലിയർ? അപ്പൊ ഞാൻ ആദ്യം എന്താ കണ്ടുപിടിക്കാൻ ഞാൻ പഠിപ്പിച്ചത്? നമ്മൾ എന്താ പഠിച്ചത്? കോമൺ ആക്സിലറേഷൻ കാണാൻ. അപ്പം ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം നമ്മൾ കണ്ടുപിടിക്കണം. എന്താ? ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ എന്താ ഫസ്റ്റ് ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു എം എ ആക്സിലറേഷൻ ഫോഴ്സ് ബൈ മാസ്. അപ്പൊ ഞാൻ അതൊന്ന് തിരുത്തി എഴുതുന്നു. ഫോഴ്സ് എന്നുള്ളതിന് പകരം ഞാൻ എഴുതുന്നു നെറ്റ് external force, net external force divided by total mass moving. ഇതാണ് ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം കാണാനുള്ള ഇക്വേഷൻ. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് അത് എഫ് ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് മൂവിങ്. ഈ ഫോഴ്സ് കാരണം ആരൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ എടുക്കണം. ക്ലിയർ? അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിച്ചു. എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് m1 + m2 ആണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ ഈ കാര്യം ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. ഈ കണ്ടുപിടിക്കുന്ന ആക്സിലറേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. ക്ലിയർ? സെറ്റ് ആണ്? എല്ലാവർക്കും പക്കയായിട്ട് ഇത് കിട്ടിയല്ലോ? ഇത് പ്രോപ്പർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഓക്കെ. ഇനി എക്സാം ഹാളിൽ പോയിരിക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണ് ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ചോദിച്ചാൽ എഫ് ബൈ m1 + m2 എഴുതും. പക്ഷെ എക്സാം ഹാളിൽ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് m2. എക്സാം ഹാളിൽ ഇരിക്കുന്ന നിങ്ങളോട് ഇപ്പൊ അങ്ങനെ ചോദിച്ചതായിരിക്കും, സിസ്റ്റം എന്നല്ല വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് m2 എന്ന് ചോദിക്കാമല്ലോ. ചോദിച്ചാൽ എന്താ? എഫ് ബൈ m1 + m2 തന്നെയാണ്. അതാണ് ഞാൻ ട്രെയിനിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. ട്രെയിനിന്റെ ആക്സിലറേഷൻ എന്താണോ അതാണ് ഓരോ ബോഗികളുടെയും, ആ ബോഗിക്കകത്തിരിക്കുന്ന ഓരോ പാസഞ്ചേഴ്സിന്റെയും ആക്സിലറേഷൻ സെയിം ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് കോമൺ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ സിസ്റ്റം എന്ന് ചോദിച്ചാലും m1ന്റെ എടുത്ത് ചോദിച്ചാലും വേണമെങ്കിൽ നമ്മളെ ട്വിസ്റ്റ് ചെയ്യാൻ അവർക്ക് അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ. m2ന്റെ വേണേൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും ആക്സിലറേഷൻ ഇത് തന്നെയാണ്, ആക്സിലറേഷൻ സെയിം. അപ്പൊ സിസ്റ്റത്തിന്റെ കണ്ടുപിടിക്കുക, അതങ്ങ് ആൻസർ എഴുതിയേക്കുക. ക്ലിയർ? അപ്പൊ ആക്സിലറേഷൻ കിട്ടി. പക്ഷെ ആക്സിലറേഷൻ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. ആക്സിലറേഷൻ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, കാര്യം അത് സിമ്പിൾ ആണ്. പക്ഷെ നമ്മളോട് ചോദിക്കാൻ പോകുന്നത് എന്തായിരിക്കും? നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് വാട്ട് ഈസ് ദി, നമ്മളോട് ചോദിക്കുന്നത് അതായിരിക്കണം, ഉറപ്പായിട്ടും ആയിരിക്കണം എന്നല്ല, അതായത് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ദ കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ m1 ആൻഡ് m2. ഈ m1നും m2നും ഇൻ ബിറ്റ്വീൻ ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് ആ കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഞാൻ അവിടെ ഒരു ടേം ഇപ്പൊ പുതിയതായിട്ട് പറഞ്ഞു, കോണ്ടാക്ട് ഫോഴ്സ്. ആ കോണ്ടാക്ട് ഫോഴ്സിന്റെ ഒരു വിളിപ്പേരുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് നോർമൽ റിയാക്ഷൻ. നമുക്കറിയാം നോർമൽ റിയാക്ഷൻ എന്താണ്. ഒരു സർഫസിൽ നോർമൽ റിയാക്ഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഒരു സർഫസിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സർഫസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ സർഫസിൽ ഒരു ബ്ലോക്ക് ഇരിക്കുവാണെന്ന് അസ്യൂം ചെയ്യുക. ഒരു സർഫസിൽ നമ്മളൊരു m മാസ് ഉള്ള ഒരു ബ്ലോക്ക് ഇരിക്കുവാണെന്ന് അസ്യൂം ചെയ്യുക. ഇതാ ഒരു സർഫസിൽ m മാസ് ഉള്ള ഒരു ബ്ലോക്ക് ഇരിക്കുന്നു. ഇവന്റെ മാസ് m ആണ്. നമുക്കറിയാം ഡൗൺവേർഡ് എന്ത് ആക്ട് ചെയ്യും? mg ആക്ട് ചെയ്യും. അപ്പൊ ഈ കോണ്ടാക്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് നോർമൽ റിയാക്ഷൻ. കോണ്ടാക്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് നോർമൽ റിയാക്ഷൻ. അപ്പൊ ഈ നോർമൽ റിയാക്ഷൻ എങ്ങനെ വരയ്ക്കും? ഇവിടെ ശ്രദ്ധിച്ചത്, ഇവിടെ ഒരു സർഫസ് ഇരിക്കുകയാണല്ലോ. അപ്പൊ ഇവിടെ നോക്കിക്കട മക്കളെ, ഈ താഴെയുള്ള ഈ സർഫസ് ആണല്ലോ, ഈ താഴെയുള്ള ബോട്ടം കാണുന്ന സർഫസ് ആണല്ലോ ഇതിലേക്ക് നോർമൽ റിയാക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ സർഫസ് മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. സർഫസ് മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഇവിടുന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നോർമൽ റിയാക്ഷൻ ഓൾവേസ് ടുവേർഡ്സ് ദി ഒബ്ജക്ട്. നോർമൽ റിയാക്ഷൻ ഓൾവേസ് ടുവേർഡ്സ് ദി ഒബ്ജക്ട്. നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ മുകളിലോട്ടൊക്കെ കയറി വരയ്ക്കും, മുകളിലോട്ടൊക്കെ എടുത്തു വെച്ച് വരയ്ക്കും. കാര്യം ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാ. വെക്ടറിനെ പാരലൽ ആയിട്ട് എങ്ങോട്ട് വേണേലും ഷിഫ്റ്റ് ചെയ്യാം, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നോർമൽ റിയാക്ഷൻ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ, അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം, ഞാനിപ്പോ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഈ ബ്ലോക്ക് m ആണ് ഇവിടെ വരച്ചത്. അപ്പൊ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് ദി ഒബ്ജക്റ്റ് വരയ്ക്കണം. കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം, ദയവ് ചെയ്ത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഇതൊരു സർഫസ് ആണെന്ന് വിചാരിക്കുക.
ഞാൻ ഈ സർഫസ്, ഇതൊരു വോൾ ആണെന്ന് അസ്യൂം ചെയ്യും. ഞാൻ ഈ വോളിനെ എന്റെ ഈ കൈകൾ ഉപയോഗിച്ച് അങ്ങോട്ട് പുഷ് ചെയ്യുവാണെന്ന് വിചാരിച്ചേ. അപ്പം ഈ വോളിനും എന്റെ ഈ കൈക്കും ഇൻ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഉണ്ട്. കാര്യം നോർമൽ റിയാക്ഷൻ ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്ട് വന്നാൽ അവർക്കിടയിൽ ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നോർമൽ റിയാക്ഷൻ. അപ്പം ഈ നോർമൽ റിയാക്ഷൻ ഈ ബ്ലോക്കിലേക്ക് ആക്ട് ചെയ്യും. ഞാൻ കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ, എന്റെ കൈ കാരണമുള്ള ഇഫക്റ്റീവ് നോർമൽ റിയാക്ഷൻ ഈ സർഫസിലേക്ക് ആക്ട് ചെയ്യും. ഈ കൈയിലേക്കുള്ള നോർമൽ റിയാക്ഷൻ ഇങ്ങോട്ട് കിട്ടും. ക്ലിയർ? അപ്പൊ നോർമൽ റിയാക്ഷൻ ഓൾവേസ് ടുവേർഡ്സ് ദി ഒബ്ജക്റ്റ് ആണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന ടോപ്പിക്കിലേക്ക് വേണ്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് നമുക്ക് പറഞ്ഞു പോയേക്കാം. ഇത് ഇവിടെ ഒരു M മാസ് ഉള്ള ഒരു ബ്ലോക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഒരു റൂഫിൽ നിന്നും ഒരു റോപ്പ് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിക്കുക. ഇതാ ഇവിടെ ഒരു റൂഫിൽ നിന്നും M മാസ് ഉള്ള ഒരു ബ്ലോക്ക് ഒരു റോപ്പിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഈ ബ്ലോക്കിന്റെ വെയിറ്റ് ഡൗൺവേർഡ് mg ആക്ട് ചെയ്യും. അപ്പൊ ഈ റോപ്പിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഈ റോപ്പിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ടെൻഷൻ. അത് മുകളിലോട്ടും താഴോട്ടും ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ നോർമൽ റിയാക്ഷൻ അവിടെ മാർക്ക് ചെയ്തപ്പോ നോർമൽ റിയാക്ഷൻ മാർക്ക് ചെയ്തപ്പോഴും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്, ഫോർ എവറി ആക്ഷൻ ദെയർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോഴ്സുകൾ ഒരിക്കലും സിംഗിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. ഫോഴ്സുകൾ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഒരാളെ അടിച്ചാൽ അയാൾക്കും വേദനിക്കും, നമ്മുടെ കൈയും വേദനിക്കും. അങ്ങോട്ടും കിട്ടും ഇങ്ങോട്ടും കിട്ടും. അത് തന്നെ. അപ്പം നോർമൽ റിയാക്ഷൻ ഈ റൈറ്റിലോട്ട് വരച്ചിരിക്കുന്ന നോർമൽ റിയാക്ഷൻ M2 കിട്ടുന്നത് ടുവേർഡ്സ് ദ ബോഡി, ടുവേർഡ്സ് M2. ലെഫ്റ്റിലോട്ട് വരച്ചിരിക്കുന്ന നോർമൽ റിയാക്ഷൻ M1 കിട്ടുന്നതുമാണ്. ക്ലിയർ? അറ്റ് ദ സെയിം ടൈം ഞാൻ ഇവിടെ ടെൻഷൻ മുകളിലോട്ടും താഴോട്ടും കണ്ട ആക്ഷൻ റിയാക്ഷൻ പെയർ മുകളിലോട്ടും താഴോട്ടും വരച്ചിട്ടുണ്ട്. മുകളിലോട്ടുള്ള ടെൻഷൻ എവേ ഫ്രം ദ മാസ്, താഴോട്ടുള്ള ടെൻഷൻ എവേ ഫ്രം ദ റൂഫ്. ഇത് എവേ ഫ്രം ദ മാസ് ആണ്, ഇത് എവേ ഫ്രം ദ റൂഫ് ആണ്. അപ്പൊ അത് അടുത്തൊരു പോയിന്റ് അറിഞ്ഞിരിക്കുക. ടെൻഷൻ ഓൾവേസ് എവേ. ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് നിങ്ങളെ പഠിപ്പിക്കുന്നു. ടെൻഷൻ ഫോഴ്സ് ഓൾവേസ് എവേ ഫ്രം ദ ബോഡി. ഇവിടെ നോർമൽ റിയാക്ഷൻ ഓൾവേസ് ടുവേർഡ്സ് ദ ബോഡി വേണം വരയ്ക്കാൻ. നമ്മൾ ഏത് ബോഡിയാണോ, ഏത് ഒബ്ജക്റ്റ് ആണോ, ഏത് മാസ് ആണോ നമ്മൾ എടുക്കുന്നത് അതിനെ വെച്ചിട്ടാണ് ഈ പറയുന്നത്. ടെൻഷൻ എവേ, നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ്. കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താം. ഇവിടെ നോക്കിക്കോ, നിങ്ങളോട് ചോദിച്ചത് ഈ M1 M2 ഇൻ ബിറ്റ്വീൻ ഉള്ള ഈ നോർമൽ റിയാക്ഷൻ, ഇവർക്കിടയിൽ ആക്ട് ചെയ്യുന്ന ഈ നോർമൽ റിയാക്ഷൻ കാണാനാണ്. സെറ്റ്? അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്തു വെക്കുക, ഈ നോർമൽ റിയാക്ഷൻ ഈ സിസ്റ്റത്തിനകത്താണ്. ഇപ്പൊ റൈറ്റ് നൗ ഈ വലിയ സിസ്റ്റത്തിനകത്താണ്. മക്കളെ, സിസ്റ്റത്തിനകത്തുള്ള നോർമൽ റിയാക്ഷനെ വിളിക്കുന്ന പേര് ഇന്റേണൽ ഫോഴ്സ് എന്നാ. സിസ്റ്റത്തിനകത്തുള്ളത് എന്താ? ഇന്റേണൽ ഫോഴ്സ് എന്നാ. സിസ്റ്റത്തിനെ മൂവ് ചെയ്യിക്കാൻ കപ്പാസിറ്റി ഉള്ളത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഈ ഇന്റേണലി ഉള്ള ഫോഴ്സിനെ എക്സ്റ്റേണലി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൺവീനിയന്റ് ആകുന്ന ബ്ലോക്ക് ഏതാണോ, M1 ആണോ M2 ആണോ, അത് ആരാന്ന് വെച്ചാൽ അവനെ എടുത്തു വെച്ച് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുക. അപ്പൊ കൺഫ്യൂഷൻ വരും, M1 വരയ്ക്കണോ M2 വരയ്ക്കണോ. ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യുന്നു. ഞാൻ ഉറപ്പായിട്ടും ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുന്നത് M2 ആയിരിക്കും. ഞാൻ M1 ഫ്രീ ബോഡി ഡയഗ്രം ഒരു കാരണവശാലും വരയ്ക്കില്ല. ഞാൻ M2 ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കൂ. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ M1 ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? എക്സ്റ്റേണലി ഉള്ള ഫോഴ്സ് F ഉണ്ട്. അതേപോലെ ഇവിടെ നിന്ന് ഒരു നോർമൽ റിയാക്ഷൻ ലെഫ്റ്റിലോട്ട് ടുവേർഡ്സ് ദ ബോഡി കിട്ടുന്നുണ്ട്. അപ്പൊ രണ്ട് ഫോഴ്സ് ആയി. M2 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ M2 ഈ നോർമൽ റിയാക്ഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ഫോഴ്സ് അതുമായിട്ട് കോണ്ടാക്ട് ഇല്ല. അപ്പൊ ചിലർ ചോദിക്കും, സർ ഈ ഫോഴ്സ് കാരണമാണല്ലോ ഇതും മൂവ് ചെയ്തത്, അപ്പൊ ഈ ഫോഴ്സ് ഇവന് കിട്ടുന്നില്ല എന്ന് ചോദിക്കും. ഇല്ല, മനസ്സിലാക്കുക, ഈ ഫോഴ്സ് ഇതുമായിട്ടേ കോണ്ടാക്ട് വരുന്നുള്ളൂ. ഈ ഫോഴ്സ് കാരണമുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ M2 കിട്ടുന്നത്. അപ്പൊ അതെടുത്താൽ മതി. ക്ലിയർ? അപ്പൊ ലീസ്റ്റ് ഫോഴ്സ് M2 ടുവേർഡ്സ് ദ ബോഡി ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. കണ്ടോ, ടുവേർഡ്സ് ദ ബോഡിയാണ് വരച്ചത്. എന്തുകൊണ്ട് M2 ഫ്രീ ബോഡി ഡയഗ്രാം? നമ്പർ ഓഫ് ഫോഴ്സസ് കുറവാ. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, ഇവിടെ 2 പേരുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും കുറവുള്ളത് വരച്ചാൽ മതി. ക്ലിയർ? സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. പക്കയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പൊ ഈ വരച്ചത് ഞാൻ ആരുടെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ്? ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M2. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M2. ക്ലിയർ? ഇനി ഈ സിസ്റ്റം ഇങ്ങോട്ട് ആക്സലറേറ്റ് ചെയ്തു, അതേ ആക്സലറേഷൻ ഇവന് റൈറ്റിലോട്ട് കിട്ടും, A. അപ്പൊ ഇപ്പോഴത്തെ ഫോഴ്സ് ആരാ? N ആണ്. നമ്മൾ എന്താ ആദ്യം പഠിച്ചു വെച്ച കണ്ടീഷൻ? 1 കോമൺ ആക്സലറേഷൻ കണ്ടുപിടിക്കണം, 2 ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം, 3 F = ma അപ്ലൈ ചെയ്യണം.
അപ്പൊ ഞാൻ മൂന്നാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. എഫ് ഇസ് ഈക്വൽ ടു എം എ. എഫ് ഇസ് ഈക്വൽ ടു എം എ. ഒന്നാമത്തെ ഫോഴ്സ് ആരാ? നോർമൽ റിയാക്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു എം ആരാ? m2 ഇൻറ്റു ആക്സിലറേഷൻ എ. അത് ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എഫ് ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. നോർമൽ റിയാക്ഷൻ കിട്ടി. ഇത് കാണാനായിരിക്കും നമ്മളോട് എക്സാമിന് മിക്കവാറും ചോദിക്കുന്നത് ഈ നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കാനായിരിക്കും. ക്ലിയർ ആണെന്ന് മനസ്സിലായി? ഇത് പക്കയായിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത കോൺസെപ്റ്റ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പറയാം. ഇത് കുറച്ച് ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത കോൺസെപ്റ്റ് നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കി പറയാം. യെസ്, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. നോക്ക്, 3 ബ്ലോക്സുകൾ കോൺടാക്റ്റിലാണ്. അപ്പൊ നിങ്ങളോട് എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന നിങ്ങളോട് അവർ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: വാട്ട് ഈസ് ദ കോൺടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ m1 ആൻഡ് m2? അപ്പൊ ഞാൻ അതിനെ n1 എന്ന് വിളിച്ചു. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്, റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? അതേപോലെ വാട്ട് ഈസ് ദ കോൺടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ m2 ആൻഡ് m3? അപ്പൊ അതിനെ ഞാൻ n2 എന്ന് അങ്ങ് വിളിച്ചു. നോർമൽ റിയാക്ഷൻ. അപ്പൊ ഓർത്തോക്കെ, എന്താ ഇങ്ങനെ നോർമൽ റിയാക്ഷൻ വരയ്ക്കുന്നത്? ടുവേർഡ്സ് ദ ബോഡിയാണ്. ഈ നോർമൽ റിയാക്ഷൻ m1-ന്, ഈ നോർമൽ റിയാക്ഷൻ m2. ക്ലിയർ? ഇവൻ m2-ന്, ഇവൻ m3-ക്ക്. സെറ്റ്. പ്രോപ്പർ ആയിട്ട് കിട്ടി. ഓക്കെ, അങ്ങനെ രണ്ടും വരച്ചു നോക്കി. ഇത് ഫ്രീ ബോഡി ഡയഗ്രം അല്ല, ഇത് നമ്മൾ ജസ്റ്റ് പ്ലോട്ട് ചെയ്ത് വെക്കുന്ന ഫോഴ്സുകൾ ആരൊക്കെ ഉണ്ടാവും. ഇത് ചെയ്യാൻ ഇങ്ങനെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ച് ഇങ്ങനെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഇതിന് ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, ഉറപ്പായിട്ടും അതും പറയുന്നതായിരിക്കും. ആദ്യം കോമൺ മെത്തേഡ് അങ്ങ് പറയാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിപ്പിച്ചേക്കുന്നത്? ഇവരുടെ കോമൺ ആക്സിലറേഷൻ എ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പം ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇവിടെ കോമൺ ആക്സിലറേഷൻ എ ഈക്വൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് മൂവിങ്. ടോട്ടൽ മാസ് ആരാ? m1 പ്ലസ് m2 പ്ലസ് m3. കോമൺ ആക്സിലറേഷൻ എ ഈക്വൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് മൂവിങ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഇവർ 3 പേര് മൂവ് ചെയ്യുന്നുണ്ട്. യെസ്, 3 പേര് ഉറപ്പായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ആക്സിലറേഷൻ കിട്ടി. അപ്പൊ ഞാൻ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. ഇനി എന്താ നമുക്ക് വേണ്ടത്? നിങ്ങളോട് ചോദിക്കുന്നത് മേ ബി ഈ നോർമൽ റിയാക്ഷൻ ആവാം. അപ്പൊ ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യനകത്ത് ഒരിക്കലും വാട്ട് ഈസ് n1 വാട്ട് ഈസ് n2 എന്നൊന്നും ചോദിക്കണം നിർബന്ധമില്ല. അവർ ചോദിക്കുന്നത് മേ ബി കോൺടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ m1 ആൻഡ് m2 എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കുന്നത് ഇങ്ങനെ ചോദിക്കാറുണ്ട്: വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ m2 ഡ്യൂ ടു m1? വാട്ട് ഈസ് ദ കോൺടാക്ട് ഫോഴ്സ് ഓൺ, വാട്ട് ഈസ് ദി ഫോഴ്സ് ഓൺ m2 ഡ്യൂ ടു m1? m1 കൊടുക്കുന്നതാണ് n1. അപ്പൊ അതാ ചോദിച്ചത്. വാട്ട് ഈസ് ദ കോൺടാക്ട് ഫോഴ്സ് ഓൺ m3 ഡ്യൂ ടു m2? ചോദിക്കാം, ഉറപ്പായിട്ടും ചോദിക്കാം. ക്ലിയർ? അപ്പൊ ഇതെങ്ങനെ ചെയ്യും? ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യും? ചെയ്യാനുള്ള വഴിയാണ് ഇവിടെ. ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും ദയവ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. അപ്പൊ ആരെ എടുക്കണം? കൺഫ്യൂഷൻ വരും, ഉറപ്പായിട്ടും കൺഫ്യൂഷൻ വരും. m1 എടുക്കണോ, m2 എടുക്കണോ, m3 എടുക്കണോ, അതോ വേറെ എങ്ങനെയെങ്കിലും എടുക്കണോ എന്നൊക്കെ ചിന്തിക്കും. ഞാൻ പറയാം, നിങ്ങളുടെ ചിന്തയിൽ ഇപ്പൊ വന്നത് മേ ബി n1 കാണാൻ m1 എടുക്കാനായിരിക്കും. n1 കണ്ടുപിടിക്കാൻ നിങ്ങൾ m1 ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഫോഴ്സ് എഫ് വരും, ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ കയറും. അപ്പൊ 2 ഫോഴ്സ് ആയി. ഇവിടെ ഒരു എഫ് വരും, ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ വരും. അപ്പൊ 2 ഫോഴ്സ് ആയി. നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ ചിന്തിക്കുക, എന്നാൽ m2 എടുക്കാം. അപ്പൊ m2 മാത്രം എടുത്താൽ റൈറ്റിലോട്ട് n1 ടുവേർഡ്സ് m2 ഉണ്ട്, ലെഫ്റ്റിലോട്ട് n2 ഉണ്ട് ടുവേർഡ്സ് m2. കാര്യം m2 ആണ് നിങ്ങൾ ഇപ്പൊ എടുക്കുന്നത്. അപ്പൊ നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് ദ ബോഡി. അപ്പൊ ടുവേർഡ്സ് ദ ബോഡി. ക്ലിയർ? അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ ആലോചിച്ച്, ഇവിടെ ഒരു അൺനോൺ ഫോഴ്സ് വന്നു, ഇവിടെ ഒരു അൺനോൺ ഫോഴ്സ് വന്നു. അപ്പൊ 2 ഫോഴ്സ് അൺനോൺ ആയി. അപ്പോഴും പ്രശ്നമാണ്. അപ്പൊ എങ്ങനെ എടുക്കും? അപ്പൊ ചിന്തിക്കുന്ന m1 എടുത്താൽ പോരെ? അല്ല, എങ്ങനെ എടുക്കും? വാ, ഞാൻ എടുക്കാൻ പോകുന്നത് m2 പ്ലസ് m3 സിസ്റ്റം എടുക്കും. m2 പ്ലസ് m3 സിസ്റ്റം അങ്ങ് കമ്പൈൻ ചെയ്യും. അങ്ങനെ കമ്പൈൻ ചെയ്താലുള്ള ഗുണം, റൈറ്റ് നൗ n2 എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിനകത്തായി. ഞാൻ ഇത് കമ്പൈൻ ചെയ്താൽ ഈ n2 എന്ന് പറയുന്ന ഫോഴ്സ് ആ സിസ്റ്റത്തിനകത്തായി. മക്കളെ, n2 എന്ന് പറഞ്ഞ ഫോഴ്സ് സിസ്റ്റത്തിനകത്തായാൽ അത് ഇന്റേണൽ ഫോഴ്സ് ആയി. ഇന്റേണൽ ഫോഴ്സ് ആണ് എടുക്കേണ്ടത്. എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇപ്പം ഈ m2 പ്ലസ് m3 സിസ്റ്റത്തിനെ കമ്പൈൻഡ് ആയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യുന്ന ഫോഴ്സ് ഈ നോർമൽ റിയാക്ഷൻ ആണ്. m1 m2 കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ ആണ്. നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് ദ സിസ്റ്റം വരച്ചു. ഇത് n1 ആണ്. n2 ഇന്റേണൽ ആയി കൺസിഡർ ചെയ്യേണ്ട. കോമൺ ആക്സിലറേഷനിൽ ഇതങ്ങ് റൈറ്റിലോട്ട് പൊക്കോളൂ. ആക്സിലറേഷൻ എ ആണ്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം എ അപ്ലൈ ചെയ്യാം. നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എം എ അപ്ലൈ ചെയ്യാം. എഫ് ആരാ? എക്സ്റ്റേണൽ ഫോഴ്സ് n1 ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് n1 ആണ്. എഫ് ഇസ് ഈക്വൽ ടു എം എ. എം ആരാ? m2 പ്ലസ് m3 ഇൻറ്റു
കോമൺ ആക്സിലറേഷൻ എ. കോമൺ ആക്സിലറേഷൻ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ വാല്യൂ കിട്ടും m2 പ്ലസ് m3 ഇൻറ്റു കോമൺ ആക്സിലറേഷൻ എഫ് ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. m1 പ്ലസ് m2 പ്ലസ് m1 പ്ലസ് m2 ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നോർമൽ റിയാക്ഷൻ n2 കണ്ടുപിടിക്കാൻ ആരെ എടുക്കണം? അത് തൊട്ട് മുമ്പത്തെ പ്രോബ്ലം തന്നെ ചെയ്താൽ മതി. തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ആലോചിച്ചാൽ മതി. 2 മാസ് സിസ്റ്റം അല്ലേ ഉള്ളൂ. ആരെ എടുക്കുക? m3 എടുത്തേക്കുക. കാര്യം m2 എടുത്താൽ n1 ഉം n2 വരും. ക്വസ്റ്റ്യൻ ചെയ്യാൻ കൂടുതൽ സമയം വേണ്ടി വരും. അപ്പൊ എന്തെടുക്കുക? m3 മാത്രം എടുക്കുക. സോ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് m3 ഒള്ളി. ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് m3 ഒള്ളി. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് m3. സിസ്റ്റം റൈറ്റിലോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവരുടെ കോമൺ ആക്സിലറേഷൻ എ എടുത്ത് ഇവന് കൊടുക്കാം. m2 കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് m3. m2 കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് m3. ഈ നോർമൽ റിയാക്ഷൻ ആരാ? n2 ആണ്. കണ്ടോ, ഇപ്പൊ നിങ്ങൾ m3 മാത്രമല്ലേ എടുത്തത്. അപ്പൊ ഇവൻ ആരായിട്ട് മാറി? എക്സ്റ്റേണൽ ആയിട്ട് മാറി. ഇത് മാത്രമേ അവന് കിട്ടുന്നുള്ളൂ. ദോ n2 കിട്ടി. എഫ് ഇസ് ഈക്വൽ ടു എം എ അപ്ലൈ ചെയ്യുക. എഫ് ആരാ? n2 വിച്ച് ഇസ് ഈക്വൽ ടു എം എ ആരാ? m3 ഇൻറ്റു ആക്സിലറേഷൻ എ. ആക്സിലറേഷൻ എ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ എഫ് ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. ക്ലിയർ? പക്കയായിട്ട് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കും. ക്ലിയർ? എന്നാ ഇവിടെ പിടിച്ചു. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചു. ഇനി ഇതൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യനിൽ മാത്രമേ ഞാൻ ഇനിയും പറയാൻ പോകുന്ന ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാ പ്രോബ്ലത്തിലും, കാരണം വാല്യൂസ് ഒക്കെ മാറുന്നതിനനുസരിച്ച്, കാര്യം ഫോഴ്സ് ഇവിടുന്നും തിരിച്ചും ഒക്കെ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ഒക്കെ മാറും. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം. ആ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഓർത്ത് വെച്ചോണം, അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോണം. ആ ഷോർട്ട് കട്ട് അറിഞ്ഞു വെച്ചോണം. നമ്മുടെ ലൈഫ് ജാക്കറ്റ് ആണ്. ഇത് സ്വിമ്മിംഗ് ആണ്, മറ്റേത് ലൈഫ് ജാക്കറ്റ് ആണ്. ഇനി ലൈഫ് ജാക്കറ്റ് ആണ് പറയാൻ പോകുന്നത്. ഷോർട്ട് കട്ട് മെത്തേഡ്. നിങ്ങൾക്ക് ഈ നോർമൽ റിയാക്ഷൻ ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. ആ നോർമൽ റിയാക്ഷൻ കാണാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് ശ്രദ്ധിച്ചിരിക്കുക. ഞാനിവിടെ ലൈൻ വരച്ചോട്ടെ. അപ്പൊ ഈ നോർമൽ റിയാക്ഷൻ കാണാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് ഇതാണ്. നോർമൽ ഫോഴ്സ് കാണാൻ ചോദിച്ചാൽ, നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതൊരു ഫോഴ്സ് ആണല്ലോ. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ ഓർത്ത് വെക്കുക, മാസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ നോർമൽ റിയാക്ഷൻ. മാസ് ഇൻ ഫ്രണ്ട് ഓഫ് നോർമൽ റിയാക്ഷൻ. മാസ് ഇൻ ഫ്രണ്ട് ഓഫ് നോർമൽ അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ. മാസ് ഇൻ ഫ്രണ്ട് ഓഫ് നോർമൽ റിയാക്ഷൻ ഇൻറ്റു ആക്സിലറേഷൻ എടുത്താൽ മതി. നിങ്ങൾക്ക് ഒരിടത്തെ നോർമൽ റിയാക്ഷൻ കാണണമെങ്കിൽ നിങ്ങളോട് ഏതെങ്കിലും ഒരു ഫിഗർ ഇങ്ങനെ തന്നിട്ട് ഈ നോർമൽ റിയാക്ഷൻ കാണാൻ ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, അതിന്റെ ഫ്രണ്ടിലുള്ള മാസ് ഇൻ ഫ്രണ്ട് ഓഫ്, എന്തായാലും നീങ്ങുന്നത് അങ്ങോട്ടാണല്ലോ, ഈ സിസ്റ്റം മൂവ് ചെയ്യുന്നത് അങ്ങോട്ടാണല്ലോ. അപ്പൊ ഫ്രണ്ടിലെന്ന് ചോദിച്ചാൽ ഇതാണോ മാസ്? അല്ല, ഇപ്പുറത്തിരിക്കുന്ന ആളാണ് ഫ്രണ്ടിൽ ഇരിക്കുന്ന മാസ്. അപ്പൊ ഈ നോർമൽ റിയാക്ഷൻ ചോദിച്ചാൽ ഈ നോർമൽ റിയാക്ഷന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവൻ m2. മാസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ നോർമൽ റിയാക്ഷൻ അത് m2 ആണ്. ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇതാണ് f ബൈ m1 പ്ലസ് m2. m2 മാസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇൻറ്റു ആക്സിലറേഷൻ ആയി എഴുതി വെച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ. നമുക്ക് അടുത്ത ഇതിലൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ നോർമൽ റിയാക്ഷൻ n1 ആണ് ചോദിച്ചതെന്ന് വിചാരിക്കും. നമ്മളോട് ചോദിച്ചാൽ n1 മാസ് ഇൻ ഫ്രണ്ട് ഓഫ് n1ന്റെ ഫ്രണ്ടിലുള്ളത് ആരൊക്കെയാ? m2 m3. m2 m3 ഇൻറ്റു കോമൺ ആക്സിലറേഷൻ. ഇത്രയും കഷ്ടപ്പെടുകയൊന്നും വേണ്ട, കണ്ടോ, ഈസി ആയിട്ട് ചെയ്യാം. മാസ് ഇൻ ഫ്രണ്ട് ഓഫ് m2 പ്ലസ് m3 ഇൻറ്റു കോമൺ ആക്സിലറേഷനെ. ക്ലിയർ? ഇതാ ഇവിടെ ചോദിച്ചത് n2 കാണാനല്ലേ. n2 ഇതല്ലേ. മാസ് ഇൻ ഫ്രണ്ട് ഓഫ്, ഇതിന്റെ ഫ്രണ്ടിലുള്ള മാസ് ആരാ? m3 ഇൻറ്റു ആക്സിലറേഷൻ. സിമ്പിൾ. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കോൺസെപ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇത് പക്കയായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. യെസ്, അങ്ങനെയാണ് നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ? ഇതുമായിട്ട് ബേസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. യെസ്, ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതായി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കൂ. എന്താ ചോദിച്ചിരിക്കുന്നത്? 3 ബ്ലോക്സ് m1 m2 m3 മാസസ് തന്നിട്ടുണ്ട് 4 kg 2 kg 1 kg റെസ്പെക്റ്റീവ്ലി, അല്ലെ? റെസ്പെക്റ്റീവ്ലി ഓൺ എ ഫ്രിക്ഷൻലെസ് സർഫസ്. സർഫസിൽ ഫ്രിക്ഷൻ തന്നില്ല, സ്മൂത്ത് ആണ്. If a force 14 Newton applied on 4 kg block,
ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ്? 14 ന്യൂട്ടൺ ആണ്. യെസ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനകത്ത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ അല്ലെങ്കിൽ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് വാല്യൂസ് ഒക്കെ ഇങ്ങോട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് 14 ന്യൂട്ടൺ ഫോഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഈ മാസം എന്ന് പറയുന്നത് 4 kg ആണ്, ഈ മാസം എന്ന് പറയുന്നത് 2 kg ആണ്, ഈ മാസം എന്ന് പറയുന്നത് 1 kg ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ് മക്കളെ? എന്താടാ ചോദിച്ചിരിക്കുന്നത്? ദെൻ കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ M1 ആൻഡ് M2. ബിറ്റ്വീൻ M1 ആൻഡ് M2 കണ്ടോ? ബിറ്റ്വീൻ M1 ആൻഡ് M2. ഇവിടുത്തെ കോണ്ടാക്ട് ഫോഴ്സ് ആയ ഈ നോർമൽ റിയാക്ഷൻ N1 എന്ന് ഞാൻ വിളിച്ചു. ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്, ഒന്നും വേണ്ട. നമ്മളോട് ചോദിച്ചത് ഇവർക്കിടയിലുള്ള ഈ നോർമൽ റിയാക്ഷൻ കാണാനാണ്. ക്ലിയർ? അപ്പൊ നോർമൽ മെത്തേഡ് ഞാൻ രണ്ടും പറയുകയാണ് കേട്ടോ, രണ്ടും പറയുകയാണ്. കാര്യം ഷോർട്ട് കട്ട് മാത്രം പഠിച്ചു പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി യാതൊരു താല്പര്യം ഇല്ലാത്ത വ്യക്തിയാണ്. കാര്യം ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രണ്ടും പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ മക്കളെ ഷോർട്ട് കട്ട് ഇതാണ്, ഇത് പഠിച്ചു വെച്ചോ എന്ന് പറയുന്നു. ആ ക്വസ്റ്റ്യൻ ഒരു തള്ളുന്നു, നിങ്ങൾ അത് കേട്ടിട്ട് പോകുന്നു, എക്സാം ഹാളിൽ ചെല്ലുന്നു, ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലേ പണി പാടും. അപ്പൊ ഷോർട്ട് കട്ട് അറിഞ്ഞിരിക്കണം, കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം എന്ന് ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ രണ്ട് മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു വര അങ്ങ് വരച്ചു. ഇപ്പുറത്ത് നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യാം, ഇപ്പുറത്ത് നമുക്ക് കോമൺ മെത്തേഡ് ചെയ്യാം. അപ്പൊ ഈ നോർമൽ റിയാക്ഷൻ N1 കാണാൻ ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം വരക്കണം. ആരുടെ ഫ്രീ ബോഡി ഡയഗ്രാം? M2 പ്ലസ് M3 യുടെ ഫ്രീ ബോഡി ഡയഗ്രാം അല്ലേ? അപ്പൊ M2 പ്ലസ് M3 യുടെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇതാണ് M2 പ്ലസ് M3 യുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഞാൻ ആ ബ്ലോക്ക് സിസ്റ്റം ഒന്നിച്ച് കൺസിഡർ ചെയ്തു. M2 പ്ലസ് M3 ഈ നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് ദ സിസ്റ്റം, അതിന്റെ ഫ്രണ്ടിലുള്ള മാസ് കണ്ടോ? മാസ് ഇൻ ഫ്രണ്ട് ഓഫ് ആണ് ഇപ്പൊ എടുത്തത് ഞാൻ. അപ്പൊ M2 പ്ലസ് M3 ആണ് ഇത്. M2 എത്രയാ? 2. M3 എത്രയാ? 1. അപ്പൊ 2 പ്ലസ് 1 3 kg. അയ്യോ സോറി ഗായ്സ്, 2 പ്ലസ് 1 3 kg ആണ്. ക്ലിയർ? നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് ദ ബോഡി, നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് ദ സിസ്റ്റം അല്ലേ? നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് ദ സിസ്റ്റം. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ N1. ക്ലിയർ? അപ്പൊ ഇത് ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യും, ഈ സിസ്റ്റം ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യും. സെറ്റ്. അപ്പം അതിനു മുമ്പ് നമ്മൾ ഒരാളെ കൂടെ കണ്ടുപിടിക്കണമായിരുന്നു അല്ലേ? ആരെയാ കണ്ടുപിടിക്കണ്ടേ? കോമൺ ആക്സിലറേഷനോടെ കണ്ടുപിടിക്കണം. ഇത്രയും മതി, ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ ഇത്രയും സ്ഥലം മതി അല്ലേ? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് ഈ കോമൺ ആക്സിലറേഷൻ വേണമായിരുന്നു. കോമൺ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് മൂവിംഗ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് എത്ര മക്കളെ? 14 ആണ്. ടോട്ടൽ മാസ് മൂവിംഗ് എത്ര? ടോട്ടൽ മാസ് 4 2 6 1 7 ആണ്. സോ ആക്സിലറേഷൻ കിട്ടി 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ കിട്ടി 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ? ആക്സിലറേഷൻ കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചത് ഈ നോർമൽ റിയാക്ഷൻ ആണ് കാണേണ്ടത്. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു വെച്ചു. F is equal to ma. F ആരാ? N1 which is equal to ma. M ആരാ? മാസ് 3 into acceleration 2. 3 into 2 6 ന്യൂട്ടൺ. അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. യെസ്, ഓപ്ഷൻ 1. ക്ലിയർ? ഇനി നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഞാൻ എന്തിനാ ഇത് രണ്ടും പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്, ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റൻ ആണെങ്കിൽ ഈ മെത്തേഡും പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. നോർമൽ റിയാക്ഷൻ നിങ്ങളോട് ചോദിച്ചത് N1 ആണ്. അപ്പൊ നോർമൽ റിയാക്ഷൻ N1 which is equal to എന്താ? ഫോഴ്സ് കാണാൻ എന്താ? നോർമൽ റിയാക്ഷൻ ആണെങ്കിൽ മാസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇൻടു ആക്സിലറേഷൻ. മാസ് ഇൻ ഫ്രണ്ട് ഓഫ് 2 പ്ലസ് 1 3. മാസ് ഇൻ ഫ്രണ്ട് ഓഫ് മുമ്പിൽ കിടക്കുന്ന 2 പ്ലസ് 1 3 ഇൻടു ആക്സിലറേഷൻ. ആക്സിലറേഷൻ എത്ര? 2 6 ന്യൂട്ടൺ. കണ്ടോ? 10 സെക്കൻഡ് മതി ഇത് അറിയാമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇത് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യനും വരും, ചോദിക്കാറുണ്ട്. അപ്പൊ രണ്ടും പഠിച്ചു വെക്കുക. ക്ലിയർ? സെറ്റാണോ? പക്ക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എന്താ ചോദിച്ചിരിക്കുന്ന മക്കളെ? 2 blocks M1 and M2 masses തന്നിട്ടുണ്ട് 7 kg and 3 kg respectively are connected on a frictionless surface as shown in figure. Find the contact force between M1 and M2. M1 7 ആണ്, M2 3 ആണ്. ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള കോണ്ടാക്ട് ഫോഴ്സ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി കണക്റ്റഡ് ബോഡീസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ട്രെയിൻ സിസ്റ്റം ഓർത്തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഉറപ്പായിട്ട് ഇവിടുത്തെ കോമൺ ആക്സിലറേഷൻ ആദ്യം കണ്ടുപിടിക്കാം. കോമൺ ആക്സിലറേഷൻ. യെസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, കോമൺ ആക്സിലറേഷൻ എന്താ പഠിച്ചത്? കോമൺ ആക്സിലറേഷൻ കാണാൻ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് മൂവിംഗ് നമ്മൾ പഠിച്ചതാണ്. മക്കളെ ഇവിടുത്തെ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എത്രടാ? റൈറ്റിലോട്ട് 30 ഉണ്ട്, ലെഫ്റ്റിലോട്ട് 10 ഉണ്ട്.
അല്ലെ? സിസ്റ്റം എന്തായാലും റൈറ്റിലോട്ട് ആക്സിലറേറ്റ് ചെയ്തോളൂ. കാരണം എന്താ, ഈ ഫോഴ്സ് വളരെ വലുതാണ്. 30 കുറച്ചുകൂടെ ഗ്രേറ്റർ ആണ്. 10 കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി 30 ഗ്രേറ്റർ ആണ്. സോ റൈറ്റ് സൈഡിലോട്ട് അത് മൂവ് ചെയ്തോളൂ. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 30 - 10 ആണ്. നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് മൂവിങ്. ടോട്ടൽ മാസ് മൂവിങ് എത്ര? 7 + 3 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ 30 - 10 20 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ഇവരുടെ സം നമുക്ക് 10 എന്ന് കിട്ടി. ആക്സിലറേഷൻ കിട്ടി 2 m/s². 2 m/s² ആക്സിലറേഷൻ കിട്ടി. ഇത് ക്ലിയർ അല്ലേ മക്കളെ? ഇത് സെറ്റ് ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ് ചെയ്യുക, ആലോചിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുക, ഒന്നുകൂടെ കണ്ടു നോക്കുക. ക്ലിയർ? സെറ്റ് ആണല്ലോ? ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചത് കോൺടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ 2 ബ്ലോക്സ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ 7 kg അല്ലെങ്കിൽ 3 kg ഇതിൽ ഒരാളുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ ഓർത്ത് വെക്കുക, ഇവിടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആരുടെ വരച്ചാലും പ്രശ്നമില്ല. എന്താ കാര്യം നിങ്ങൾ ഇവിടെ നോക്കിക്കേ, കോൺടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് 2 ബ്ലോക്സ് നമ്മൾ വരച്ചാൽ ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഒരു നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 7 kg എടുത്താൽ ഇവിടെ 30 ഉണ്ട്. നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് ദ ബ്ലോക്ക് ലെഫ്റ്റിലോട്ടുണ്ട്. നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് ദ ബ്ലോക്ക് വരക്കണം, ലെഫ്റ്റിലോട്ടാണ്. 2 ഫോഴ്സ് ഉണ്ട്. നിങ്ങൾ ഇനി 3 kg എടുത്തേ. 3 kg എടുത്താൽ നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് റൈറ്റ്, ടുവേർഡ്സ് ദ ഒബ്ജക്ട്, ടുവേർഡ്സ് റൈറ്റ് ഉണ്ട്. ഇവിടെ 10 ഉണ്ട്. 2 ഫോഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആരെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. ആരെ എടുത്താലും ഒരേപോലെയൊക്കെ തന്നെയാണ് ഇഫക്റ്റ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമുക്ക് 3 kgയുടെ ഫ്രീ ബോഡി ഡയഗ്രാം അങ്ങ് വരയ്ക്കാം. റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് നമുക്ക് നല്ല പരിചയം ഉള്ളതുകൊണ്ട് നമുക്ക് ആ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നവനെ അങ്ങ് വരയ്ക്കാം. യെസ്, ഇവിടെ നോക്കിക്കേ. ഇവിടെ ഞാൻ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് 3 kg വരയ്ക്കുകയാണ്. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് 3 kg കൺസിഡർ ചെയ്യാം. അപ്പൊ മക്കളെ ഇവിടെ 3 kg മാസ് കൺസിഡർ ചെയ്താൽ റൈറ്റിലോട്ട് ആരുണ്ട്? ടുവേർഡ്സ് ദി ഒബ്ജക്ട് നോർമൽ റിയാക്ഷൻ, ടുവേർഡ്സ് ദി ഒബ്ജക്ട് നോർമൽ റിയാക്ഷൻ. ലെഫ്റ്റിലോട്ട് ആരുണ്ട്? ലെഫ്റ്റിലോട്ട് ഒരു 10 ന്യൂട്ടൺ ഉണ്ട്. ലെഫ്റ്റിലോട്ട് ഒരു 10 ന്യൂട്ടൺ ഉണ്ട്. ക്ലിയർ? സെറ്റ്. ഈ സിസ്റ്റം ആക്സിലറേറ്റ് ചെയ്യുന്നത് റൈറ്റിലോട്ടാണ് ഒബ്വിയസ്ലി. അപ്പൊ ഇവനും ആക്സിലറേറ്റ് ചെയ്യുന്നത് റൈറ്റിലോട്ട് തന്നെ ആയിരിക്കണം. അപ്പൊ ഇവന്റെ ആക്സിലറേഷൻ ടുവേർഡ്സ് റൈറ്റ് ആണ്. കോൺസെപ്റ്റ് ക്ലിയർ? കോൺസെപ്റ്റ് ക്ലിയർ? പക്ക? സെറ്റാണോ? ഞാൻ ആക്സിലറേഷൻ അതിന്റെ കൂടെ കൊണ്ടുവരച്ചു. അത് നിങ്ങൾക്ക് കാണാൻ പാടായിരിക്കും അല്ലെ? ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലാക്കാമല്ലോ അല്ലെ? കുഴപ്പമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. യെസ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാന് പണിയാണ്. അതാണ്. എന്തായാലും അങ്ങനെ പോട്ടെ, കുഴപ്പമില്ല എന്ന് വിശ്വസിച്ചുകൊള്ളുന്നു. സെറ്റ്. ഓക്കെ, ബാ. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇവിടെ നോക്കിക്കേ. ഞാനത് ഇറേസ് ചെയ്യുവാണെങ്കിൽ ഒന്ന് എന്റെ സമാധാനത്തിന് ഒന്നുകൂടെ ഒന്ന് ഇറേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ആക്സിലറേഷൻ മാത്രം നമുക്കിട്ട് പണിയാണ്. ഇവനെ എന്തായിട്ട് പിടിച്ചോട്ടെ. യെസ്, ബാ. അപ്പൊ ഇവിടെ ഒരു 3 kg മാസ് ഉണ്ട് അല്ലെ? ആക്സിലറേഷൻ ടുവേർഡ്സ് റൈറ്റ് ആണ് എ. ഇവിടുന്ന് റൈറ്റിലോട്ട് ഫോഴ്സ് നോർമൽ റിയാക്ഷൻ നമ്മൾ വരച്ചു. ലെഫ്റ്റിലോട്ട് ഫോഴ്സ് എത്ര ആയിരുന്നടാ? 10 ന്യൂട്ടൺ അല്ലെ? ലെഫ്റ്റിലോട്ട് 10 ന്യൂട്ടൺ ആണ്. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ അടുത്ത് എന്താ അപ്ലൈ ചെയ്യണ്ടേ? F = ma അല്ലെ? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നെറ്റ് ഫോഴ്സ് റൈറ്റിലോട്ട്, സിസ്റ്റം റൈറ്റിലോട്ടാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റിലോട്ടാണ് n. അപ്പൊ അത് വലുതായിരിക്കണം. സിസ്റ്റം റൈറ്റിലോട്ട് പോകണമെങ്കിൽ റൈറ്റിലോട്ടുള്ള ഫോഴ്സ് വലുത്, ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സ് ചെറുത്. സോ റൈറ്റിലോട്ട് നോർമൽ റിയാക്ഷൻ n, ലെഫ്റ്റിലോട്ട് 10. നെറ്റ് ഫോഴ്സ് പോസിറ്റീവ് എടുത്തു, ഇത് നെഗറ്റീവ് എടുത്തു. ആക്സിലറേഷന്റെ ഡിറക്ഷനിലുള്ളവനെ പോസിറ്റീവ് എടുക്കുക, ആക്സിലറേഷന്റെ ഓപ്പോസിറ്റ് ഉള്ളവനെ നെഗറ്റീവ് എടുക്കുക. കണ്ടോ? കത്തിയോ? ക്ലിയർ? സെറ്റ്. അപ്പൊ n - 10 which is equal to ma. ആരുടെ മക്കളെ? 3 ആണ്. ആക്സിലറേഷൻ എത്ര നമ്മളിവിടെ കണ്ടുപിടിച്ചു? 2 ആണ്. സോ ഇവിടെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. n is equal to 3 × 2 6. 10 അപ്പുറത്ത് പോട്ടെ. എത്ര കിട്ടി? 16 ന്യൂട്ടൺ എന്ന് കിട്ടി. 16 ന്യൂട്ടൺ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ? 16 ന്യൂട്ടൺ. ഓപ്ഷൻ 2. ക്ലിയർ? സെറ്റ്. നിങ്ങൾക്ക് ഇത് പ്രോപ്പർ ആയിട്ട് കിട്ടിയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ, പക്കയായിട്ട് മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. മക്കളെ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. തൊട്ട് മുമ്പ് പഠിച്ച ഷോർട്ട് കട്ട് നിങ്ങൾ എടുത്ത് വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. ആൻസർ കിട്ടത്തില്ല. തൊട്ട് മുമ്പത്തെ ഷോർട്ട് കട്ട് എടുത്ത് അപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. അതായത് മാസ് ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നും പഠിച്ചാൽ അത് വെച്ച് ചെയ്താൽ ഇതിന്റെ ആൻസർ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രോപ്പർ ആയിട്ട് പറഞ്ഞത്. ലൈഫ് ജാക്കറ്റ് ഉള്ള ആൾ ഇവിടെ പെട്ടു, ലൈഫ് ജാക്കറ്റ് മാത്രമുള്ള ആൾ ഇവിടെ പെടും. സ്വിമ്മിങ് കൂടെ അറിയാവുന്ന ആള് ഇവിടെ കര കയറും. മനസ്സിലായോ? അപ്പൊ ഷോർട്ട് കട്ട് മാത്രം പഠിച്ചു പോകരുത്. ഷോർട്ട് കട്ട് മാത്രം പഠിച്ചു പോകരുത്. ഉറപ്പായിട്ട് എന്തോടെ പഠിക്കുക? കോൺസെപ്റ്റ് കൂടെ പഠിക്കുക. ക്ലിയർ? ഷോർട്ട് കട്ട് പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അത് മാത്രം പഠിക്കുക. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിച്ചു കൊള്ളുന്നു. കോൺസെപ്റ്റ് സെറ്റ് ആണെങ്കിൽ മക്കളെ ഞാൻ ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്ത് സജഷൻ ഉണ്ടെങ്കിലും ആസ് യൂഷ്വൽ ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയും. സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം.
ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ എഡ്യൂക്കേറ്റർ ലേണിംഗിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.